ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ആക്റ്റീവ 125 വണ്ടിയാണ്. നിലവിൽ നമുക്ക് അതിൻ്റെ ഈ ബാക്കിലത്തെ വണ്ടി ഒരു ഇടിച്ചിട്ട് ടൈലൈറ്റ് അസംബ്ലിയൊക്കെ പൊട്ടിപ്പോയിരുന്നുണ്ടോ. നമ്മൾ മാറ്റിയപ്പോൾ അതിൽ മാറ്റാൻ വേണ്ടി അയച്ചാണ്. ടൈലൈറ്റ് അസംബ്ലി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കവറൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളത് ഇവിടെ പെട്ടെന്ന് അറിയാത്ത രീതിയിൽ ഇവിടെ സ്ക്രൂ കൊടുത്തിട്ട് നമുക്ക് പുറമേ നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിൽ സ്ക്രൂ കൊടുത്ത് ബലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ വന്ന കമ്പി ഉണ്ടല്ലോ, ഓൾ റൗണ്ട് ഗാർഡ്, അത് ശരിക്കും സ്റ്റീൽ ടൈപ്പ് നല്ല ടെമ്പറുള്ള സാധനമാണ്. അത് ഒരു പരിധി വരെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുമ്പോൾ മുട്ടിയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ മുട്ടാത്ത രീതിയിലേക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് ആക്കി നിർത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്കിതുമ്പോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് സ്റ്റീല് ലെവൽ ചെയ്യണോടത്ത് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് കിട്ടായിരിക്കും. തൽക്കാലം ഇത് നിർബന്ധമായിട്ട് പിടിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിത് പിടിപ്പിച്ചത്. നിലവിൽ ഇതുമ്പോൾ ടച്ചിങ് ഇല്ല, ശ്രദ്ധിക്കുക. ഈ ഭാഗമൊന്നും വേറെ പ്രോബ്ലംസ് ഇപ്പോൾ നിലവിലില്ല കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഈ സീറ്റ് ലോക്ക് ക്ലിയറായിട്ട് വർക്കിംഗ് അല്ലായിരുന്നു. സീറ്റ് ലോക്ക് അതിൻ്റെ ക്യാച്ചർ ചെറിയൊരു പ്രശ്നമുണ്ട്, ബെൻഡായിട്ടുണ്ട്. നമ്മുടെ കയ്യിലായിട്ട് സ്റ്റോക്കില്ല. ക്യാച്ചർ എന്ന് പറഞ്ഞാൽ സീറ്റ് ഒന്ന് ലോക്ക് ആവണ ഐറ്റം, അതുണ്ടെങ്കിൽ അവിടെ മാറ്റിയിടാറുണ്ട്. പക്ഷേ അത് നമ്മുടെ കയ്യിലായിട്ട് സ്റ്റോക്കില്ല കേട്ടോ. സ്പീഡോമീറ്ററിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പഴയ ഗ്ലാസ്. ഇതിനകത്ത് ശരിക്കും ട്രിപ്പ് മീറ്ററിൻ്റെ റബ്ബർ വരും. ഇത് ഓഡോമീറ്ററിൻ്റെ ഗ്ലാസ്സാണ്, അതാണ് നിലവിൽ കിട്ടാനുള്ളത്. ട്രിപ്പ് മീറ്റർ ഇത് നോക്കുമ്പോൾ നമ്മുടെ ഈ മീറ്ററിനകത്ത് ട്രിപ്പ് വർക്ക് ചെയ്യണില്ല, ആ സാധനം കംപ്ലൈൻ്റ് ആണ് എന്തെങ്കിലും കേട്ടോ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞതും പ്രകാരം നമ്മൾ ചോദിച്ചിട്ടാണ് വെച്ചേക്കണേ. ഇത് ഫിറ്റ് ചെയ്തോളം പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് സെറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ട്രിപ്പ് മീറ്റർ എന്തെങ്കിലും വർക്ക് ചെയ്യണം, അപ്പോൾ സേഫ് ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇതിവിടെ ഹോളും ഇതേപോലെ വന്ന് വെള്ളം ഇറങ്ങിപ്പോയി മീറ്ററൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഗ്ലാസ് ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല, നമുക്ക് സേഫ് ആയിരിക്കും. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു സ്വിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വർക്കാണ് മെയിനായിട്ട് നമ്മൾ ഇതുമ്പോൾ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ ബില്ല് അയക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.